ശ്രീലേഖയുടെ പോസ്റ്റ് വിവാദം, നടപടിയെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ R. ശ്രീലേഖയുടെ പ്രീപോൾ സർവേ പോസ്റ്റ് വിവാദത്തിലായി. പോസ്റ്റിനെതിരെ നടപടിയെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. സൈബർ പോലീസിന് റിപ്പോർട്ട് ചെയ്തെന്നും പോസ്റ്റ് ഗൗരവമായി കാണുന്നുവെന്നും കമ്മീഷൻ അറിയിച്ചു. കോർപ്പറേഷനിൽ NDAയ്ക്ക് മുൻതൂക്കമെന്ന പ്രീപോൾ സർവേ ഫലം ശ്രീലേഖ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. C4 സർവേ പ്രീ പോൾ ഫലം എന്ന പേരിലാണ് ഇന്നലെ രാവിലെ പോസ്റ്റർ പങ്കുവച്ചത്. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് ചട്ടവിരുദ്ധ നടപടിയുമായി R. ശ്രീലേഖ രംഗത്തെത്തിയത്. അതേസമയം സംഭവം വിവാദമായതോടെ ശ്രീലേഖ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പ്രീപോൾ സർവേ ഫലം പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ ശേഷം ഇത് 2ാം തവണയാണ് ശ്രീലേഖ വിവാദത്തിൽപ്പെടുന്നത്. നേരത്തെ പ്രചാരണ ബോർഡുകളിൽ IPS എന്ന് ഉപയോഗിച്ചതിനെതിരെയും പരാതി ഉയർന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിക്കുമെന്ന പ്രീപോൾ സർവേ ഫലം പ്രചരിപ്പിച്ച ശാസ്തമംഗലത്തെ NDA സ്ഥാനാർത്ഥി R. ശ്രീലേഖയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥി KS ശബരീനാഥൻ രംഗത്ത് വന്നു. R. ശ്രീലേഖയുടെ പോസ്റ്റ് ചട്ടലംഘനമാണെന്നും നിഷ്കളങ്കമെന്ന് കരുതാനാകില്ലെന്നും KS ശബരീനാഥൻ പറഞ്ഞു. പോസ്റ്റിൽ രാഷ്ട്രീയമുണ്ട്, അവർ ഭയക്കുന്നത് കോൺഗ്രസിനെയാണ്. കൃത്യമായ നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്ന് KS ശബരീനാഥൻ പറഞ്ഞു. 51 സീറ്റുകൾ നേടിക്കൊണ്ട് UDF തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുമെന്നും ജനങ്ങളുടെ സഹായമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വഞ്ചിയൂരിലും മുട്ടടയിലും ഇൻ ക്യാമറ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വഞ്ചിയൂർ ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തിയത് നന്നായി. ഗുണ്ടായുസത്തിലൂടെ തിരുവനന്തപുരത്തെ ഭരിക്കാമെന്ന് കരുതേണ്ടെന്നും ആളുകൾക്ക് മനസ്സിലാകുമെന്നും KS ശബരീനാഥൻ പറഞ്ഞു.